ഹലോ എവ്രി വൺ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 30th മാർച്ചാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ന്യൂ ബിൽഡിംഗ് ഓഫ് ഹൈക്കോർട്ട് ഓഫ് ബോംബെ അറ്റ് ഗോവ ഇനോഗ്രേറ്റഡ്. അപ്പോൾ ഹൈക്കോർട്ട് ഓഫ് ബോംബെയുടെ പുതിയ ബിൽഡിംഗ് ഗോവയിൽ ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ശരത് അരവിന്ദ് ബോബ്ഡെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ ആ ഇനോഗ്രേഷൻ ചടങ്ങിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് രവിശങ്കർ പ്രസാദും ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ പ്രമോദ് സാവന്തും ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ന്യൂ ബിൽഡിംഗ് ഈസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി. അപ്പോൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിനും അതേപോലെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് പണിതിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഗോവയുടെ കുറച്ച് ഫാക്ട്സിലേക്ക് കിടക്കാം. ഗോവയുടെ ക്യാപിറ്റൽ പനാജിയാണ്. ഗോവയുടെ ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്ത്, ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരിയാണ്. പിന്നെ ഗോവയിലത്തെ ഒരു നാഷണൽ പാർക്ക് ഭഗവാൻ മഹാവീർ അല്ലെങ്കിൽ മോളം നാഷണൽ പാർക്കാണ്. പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ബോണ്ട്ല വൈൽഡ് ലൈഫ് സാങ്ച്വറി, കോട്ടിഗാവ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, നേത്രാവലി വൈൽഡ് ലൈഫ് സാങ്ച്വറി, സലിമലി ബേർഡ് സാങ്ച്വറി, അതേപോലെ മാദി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെയാണ് ഗോവയിലത്തെ കുറച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഒരു ബേർഡ് സാങ്ച്വറിയാണ് സലിമലി ബേർഡ് സാങ്ച്വറി. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഡെലിവേഴ്സ് MV സിന്ധു പാസഞ്ചേഴ്സ് കം കാർഗോ വെസൽ ഫോർ അൻഡമാൻ ആൻഡ് നിക്കോബാർ. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് MV സിന്ധു 500 packs പാസഞ്ചേഴ്സ് കം 150 MT കാർഗോ വെസൽ ബിൽഡ് ഇൻഡിജീനിയസ്ലി ഫോർ അൻഡമാൻ ആൻഡ് നിക്കോബാർ. അപ്പോൾ അൻഡമാൻ ആൻഡ് നിക്കോബാറിന് ഡെലിവർ ചെയ്തു. MV സിന്ധു പറയുന്ന ഒരു പാസഞ്ചർ കം കാർഗോ വെസൽ ഡെലിവർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഷിപ്പാണ്. ദ വേൾഡ് ക്ലാസ് ഷിപ്പ് വിൽ ബി പ്രൂവൺ ടു ബി എ ബൂൺ ഇൻ ദ ഷിപ്പിംഗ് സർവീസ് ഓഫ് ദ ഫാർ ഫ്ലങ് ഐലൻഡ്സ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫൗണ്ട് ചെയ്ത വർഷം 1972 ആണ്. 29th March 1972 ഫൗണ്ടഡ്. ഇനി അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ അതേപോലെ ലാർജസ്റ്റ് സിറ്റിയും പോർട്ട് ബ്ലെയർ ആണ്. ലെഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ദേവേന്ദ്രകുമാർ ജോഷിയാണ്. പിന്നെ കുറച്ച് നാഷണൽ പാർക്സ് ഉണ്ട് അൻഡമാനിൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാമ്പൽ ബേ, ഗലത്തിയ ബേ, മഹാത്മാഗാന്ധി മറൈൻ, വണ്ടൂർ, പിന്നെ മിഡിൽ ബട്ടൺ ഐലൻഡ്, മൗണ്ട് ഹാരിയറ്റ്, പിന്നെ നോർത്ത് ബട്ടൺ ഐലൻഡ്, റാണി ജാൻസി മറൈൻ, സാഡിൽ പീക്ക്, സൗത്ത് ബട്ടൺ ഐലൻഡ്. ഇതൊക്കെയാണ് കുറച്ച് നാഷണൽ പാർക്സ്. അതേപോലെ അൻഡമാൻ്റെ ഏരിയ എന്ന് പറയുന്നത് അൻഡമാനും നിക്കോബാറിൻ്റെ ഉണ്ട്. അൻഡമാൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6408 km² ആണ്. അതേപോലെ നിക്കോബാർ ഐലൻഡ്സിൻ്റെ 1841 km² ആണ് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അവരുടെ ഏരിയ. അടുത്ത ന്യൂസ്, മഹേന്ദ്രഗിരി റേഞ്ച് ഓഫീസർ 1 ഇൻ്റർനാഷണൽ റേഞ്ചർ അവാർഡ്. അപ്പോൾ ഇൻ്റർനാഷണൽ റേഞ്ചർ അവാർഡ് മഹേന്ദ്രഗിരിക്കാണ് കിട്ടിയിട്ടുള്ളത്. ആ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് 2020 വർഷം 2020 കൊടുക്കാൻ തുടങ്ങിയത്. മഹേന്ദ്രഗിരി റേഞ്ച് ഓഫീസർ ഓഫ് രാജാജി ടൈഗർ റിസർവ് ഫോർ ബീയിങ് ദ ഓൺലി റേഞ്ചർ ഫ്രം ഏഷ്യ ടു വിൻ ദ പ്രസ്റ്റീജിയസ് ഇൻ്റർനാഷണൽ റേഞ്ചർ അവാർഡ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് കൺസർവേഷൻ. അപ്പോൾ ഫോറസ്റ്റ് കൺസർവേഷന് വേണ്ടിയിട്ടാണ് അത് നൽകിയത്. ദ അവാർഡ് ഹാസ് ബീൻ അനൗൺസ്ഡ് ബൈ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ആൻഡ് ദ വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഇത് രണ്ടും കൂടിയിട്ടാണ് IUCN ആണ് കൊടുക്കുന്നത്, അവാർഡ് കൊടുക്കുന്നത്. ഇനി IUCNൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഹെഡ് ക്വാർട്ടേഴ്സ് ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡിലാണ്. ഫൗണ്ടഡ് എന്ന് പറയുന്നത് 5th October 1948 ഫൗണ്ടർ ജൂലിയൻ ഹുക്സ്ലിയാണ്. CEO ബ്രൂണോ ഒബേളാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ CEO. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഹാർപ്പർ കോളിൻസ് ഇന്ത്യ ടു പബ്ലിഷ് വിനോദ് കാപ്രീസ് ട്രൂ അക്കൗണ്ട് ഫോർ ദ മൈഗ്രൻസ് എക്സോഡസ് 1232 km ദ ലോങ് ജേർണി ഹോം. അപ്പോൾ ഹാർപ്പർ കോളിൻസ് ഈസ് പ്രൗഡ് ടു അനൗൺസ് ദ അപ്കമിംഗ് പബ്ലിക്കേഷൻ ഓഫ് ജേർണലിസ്റ്റ് ടേൺഡ് ഫിൽം മേക്കർ വിനോദ് കാപ്രീസ് കമ്പല്ലിംഗ് ബുക്ക് 1232. അപ്പോൾ ഒരു ബുക്കാണ് 1232 km എ ലോങ് ജേർണി ഹോം എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പോൾ ആ ബുക്ക് ട്രൂ അക്കൗണ്ട് ഓഫ് ഗ്രീഫ്, ഗ്രിറ്റ് ആൻഡ് ഗംഷൻ ആണ് ആ ബുക്കിൽ ഉണ്ടാവുക.
പിന്നെ in 2020, the 2020 nationwide lockdown to curb the spread of COVID-19 left millions of migrant laborers without job, food and home. The book will release in 2021. അപ്പോൾ 2021 ഈ വർഷം തന്നെ അത് റിലീസാവുമെന്നാണ് പറയുന്നത്. ദ ബുക്ക് ഈസ് അബൌട്ട് ജേർണി ഓഫ് 7 മൈഗ്രൻസ് ഫ്രം ബീഹാർ. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആൻഡ് സൗത്ത് കൊറിയ ഡിസ്കസ് മാരിടൈം കോപ്പറേഷൻ ഡിഫൻസ് ഇഷ്യൂസ്. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും അതേപോലെ സൗത്ത് കൊറിയൻ കൗണ്ടർ പാർട്ടായ സുഹ് വൂക്കും met to discuss maritime cooperation as part of Indo-Pacific strategy and also cooperation in the defense industry and future technologies. അപ്പോൾ Indo-Pacific strategy and also cooperation in the defense industry and future technologiesന് വേണ്ടിയിട്ടാണ് അവർ മാരിടൈം ഡിഫൻസ് ഇഷ്യൂസിന് വേണ്ടിയിട്ടാണ് അവർ ഡിസ്കഷൻ നടത്തിയത്. They inaugurated an Indo-Korean Friendship Park. അവരൊരു Indo-Korean Friendship പാർക്കും ഇനോഗ്രേറ്റ് ചെയ്തു in the Indian capital, commemorating the contribution of Indian peacekeepers during the Korean War in 1950s. സൗത്ത് കൊറിയയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിയോൾ, കറൻസി വോണാണ്, പ്രസിഡന്റ് മൂൺ ജെ ഇൻ ആണ്, പ്രൈം മിനിസ്റ്റർ ചുങ് സെ ക്യൂനാണ് സൗത്ത് കൊറിയയുടെ. അടുത്ത ന്യൂസ് നോക്കാം നമുക്ക്. പ്രസിഡന്റ് ഗിവ്സ് അസെൻറ്റ് ടു ബിൽ ഗിവിംഗ് മോർ പവേഴ്സ് ടു ഡൽഹി ലെഫ്റ്റനൻറ്റ് ഗവർണർ. അപ്പോൾ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഗേവ് ഹിസ് അസെൻറ്റ് ടു ദ ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി Amendment Act 2021. The act provides that the term government referred to in any law made by legislative assembly will imply lieutenant governor. അപ്പോൾ ഈ ഗവൺമെൻറ് എന്നുള്ള വാക്ക്, ആ ടേം ലെഫ്റ്റനൻറ്റ് ഗവർണറെ ഇംപ്ലൈ ചെയ്യും എന്നാണ് ആ ഒരു പവർ കൊടുത്തതുകൊണ്ടുണ്ടാവുന്ന ഒരു മാറ്റം. ഓൾസോ ഗേവ് ഹിസ് അസെൻറ്റ് ടു നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 2021, മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് 2021. അതിനും അസെൻറ്റ് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയുടെ കുറച്ച് ചീഫ് മിനിസ്റ്ററും ലെഫ്റ്റനൻറ്റ് ഗവർണറും ആരാ നോക്കാം. അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ, അനിൽ ബൈജാലാണ് ഡൽഹിയുടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ. ഇനി അടുത്ത ന്യൂസ്. ഇന്ത്യ ആൻഡ് US സ്റ്റാർട്ടഡ് 2-day നേവൽ എക്സസൈസ് പാസെക്സ് ഇൻ എ ബേ ഓഫ് ബംഗാൾ. അപ്പോൾ ആ നേവൽ എക്സസൈസിൻ്റെ പേര് പാസെക്സ് ആണ്. ഇന്ത്യൻ നേവി ഡിപ്ലോയിഡ് ഇറ്റ്സ് വാർഷിപ്പ് ശിവാലിക്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ സൈഡിൽ നിന്ന് ശിവാലിക്കും അതേപോലെ ലോങ് റേഞ്ച് മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് P-8I അതുമാണ് ഈ പാസെക്സിൽ പങ്കെടുത്തത്. അപ്പോൾ US നേവി റെപ്രസെൻ്റ് ചെയ്തത് USS തിയോഡോർ റൂസ്വെൽട്ട് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പാണ് അവരുടെ ഡിപ്ലോയ് ചെയ്തത്. The exercises is aimed at consolidating the synergy and interoperability achieved during മലബാർ എക്സസൈസ്. അപ്പോൾ മലബാർ എക്സസൈസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ നേവി, US അതേപോലെ ഓസ്ട്രേലിയൻ ആൻഡ് ജാപ്പനീസ് നേവികളാണ് മലബാർ എക്സസൈസിൽ പങ്കെടുത്തത്. ഇനി USA ക്യാപിറ്റലും പ്രസിഡൻറ്റും നമുക്ക് നോക്കാം. USA ക്യാപിറ്റലാണ് വാഷിങ്ടൺ DC, പ്രസിഡന്റ് ജോ ബൈഡൻ ആണ്. ഇനി IUCN സ്റ്റാറ്റസ് ഫോർ ആഫ്രിക്കൻ എലഫൻസ്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് IUCN. അപ്പോൾ ദ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഡിക്ലെയർഡ് ആഫ്രിക്കൻ ഫോറസ്റ്റ് എലഫൻസ് ആൻഡ് സവാന എലഫൻസ് ടു ബി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആൻഡ് ഇൻഡേഞ്ചേർഡ്. അപ്പോൾ ആഫ്രിക്കൻ ഫോറസ്റ്റ് എലഫൻസിനെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടും സവാന എലഫൻസിനെ എൻഡേഞ്ചേർഡ് ആയിട്ടും അവർ വിലയിരുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏർലിയർ ആഫ്രിക്കൻ എലഫൻസ് വെർ കൺസിഡേർഡ് എ സിംഗിൾ സ്പീഷീസ്. അതായത് ഈ രണ്ട് ടൈപ്പായിട്ടല്ല, ഒറ്റ ടൈപ്പായിട്ടാണ് ഈ രണ്ട് എലഫൻസിനെയും കണ്ടിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്പീഷീസായിട്ടാണ് കണ്ടിരുന്നത്. അതിനെ വൾണറബിൾ കാറ്റഗറിയിലാണ് അവർ ഇട്ടിരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇത് രണ്ട് സ്പീഷീസായിട്ട് അസസ് ചെയ്തത് IUCN. അടുത്ത ന്യൂസ്. എർത്ത് അവർ ഈസ് ഓൺ 27th March. അപ്പോൾ എർത്ത് അവർ 27th March ഒബ്സർവ് ചെയ്തു. അത് 8:30 മുതൽ 9:30 വരെ 180 കൺട്രീസാണത് ഒബ്സർവ് ചെയ്തത്. അത് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ. സ്റ്റാർട്ടഡ് ഇൻ 2007 അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ലൈറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ കോൾ ടു സേവ് എനർജി. അപ്പോൾ
അൺനെസസറി ലൈറ്റ്നിങ്ങിനും അതേപോലെ ഇൻ സിംബോളിക് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ കോൾ ടു സേവ് എനർജി സേവിങ്ങിനും വേണ്ടിയിട്ടാണ് എർത്ത് അവർ ഒബ്സർവ് ചെയ്തത്. അതായത് 8:30 തൊട്ടിട്ട് 9:30 വരെ 27th മാർച്ചിന് ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ടാണത് ആചരിച്ചത്. അടുത്ത ന്യൂസിലേക്ക് കടക്കാം. നോ പ്രപ്പോസൽ ടു ഇംപ്ലിമെൻറ്റ് ദ പഞ്ചായത്ത് സിസ്റ്റം ഇൻ ദ 6th ഷെഡ്യൂൾ ഏരിയ ഓഫ് ആസാം. അപ്പോൾ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സ് ഇൻഫോംഡ് ലോക്സഭ കറൻ്റ്ലി ദർ ഈസ് നോ പ്രപ്പോസൽ ടു ഇംപ്ലിമെൻറ്റ് ദ പഞ്ചായത്ത് സിസ്റ്റം ഇൻ ദ 6th ഷെഡ്യൂൾ ഓഫ് ആസാം. അപ്പോൾ 6th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ട്രൈബൽ റെസിഡൻസ് ആൻഡ് പ്രൊവൈഡ്സ് ഓട്ടോണമി ഫോർ കമ്മ്യൂണിറ്റീസ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ഇൻ ഓട്ടോണമസ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി വിച്ച് ക്യാൻ ഫോർമുലേറ്റ് ലോസ് റിലേറ്റഡ് ടു ലാൻഡ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ എക്സെട്ര. അപ്പോൾ ഇപ്പോൾ ഒരു പ്രപ്പോസൽ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ പ്രപ്പോസൽ ടു ഇംപ്ലിമെൻറ്റ് ദ പഞ്ചായത്ത് സിസ്റ്റം ഇൻ 6th ഷെഡ്യൂൾ ഏരിയ ഓഫ് ആസാം. അപ്പോൾ ആസാമിനെ കുറിച്ചുള്ള ന്യൂസ് ആയതുകൊണ്ട് ആസാമിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ആസാമിൻ്റെ ക്യാപിറ്റൽ ദിസ്പൂറാണ്. ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ സർബാനന്ദ് സോനോവാൾ, ഗവർണർ ജഗദീഷ് മുഖിയാണ്. നാഷണൽ പാർക്സ് ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക്, കാശിരംഗ നാഷണൽ പാർക്ക്, മാനസ് നാഷണൽ പാർക്ക്, നമേരി നാഷണൽ പാർക്ക്. അതേപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് പോബിത്തോര വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബുരാചപ്പൂരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചക്രശില വൈൽഡ് ലൈഫ് സാങ്ച്വറി, ലൗക്കോവ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പിന്നെ ഗരംപാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. പിന്നെ ഒരു എയർപോർട്ട് ഉണ്ട്, ലോകപ്രിയ ഗോപിനാഥ് ബോർഡോളോയ് ഇൻ്റർനാഷണൽ എയർപോർട്ടും ഫേമസ് ആയിട്ടുള്ളതാണ്. അതേപോലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം അതും ആസാമിലാണ്. പിന്നെ ലാർജസ്റ്റ് റിവർ ഐലൻഡ് മജൂലി ബ്രഹ്മപുത്ര റിവർ അതും ആസാമിലാണ്. പിന്നെ കാമക്യ ടെമ്പിൾ, ശുക്രേശ്വര ടെമ്പിൾ, കാമക്യ ടെമ്പിൾ 2 ടെമ്പിൾസ് ആണ് ഫേമസ് ആയിട്ടുള്ളത്. അത് ആസാമിലത്തെ 2 ടെമ്പിൾസ് ആണ്, കാമക്യ ടെമ്പിളും ശുക്രേശ്വര ടെമ്പിളും. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. എറിട്രിയ വിഡ്രോഡ് ഇറ്റ്സ് ട്രൂപ്സ് ഫ്രം ടിഗ്രേ പറയുന്ന നോർത്തേൺ എത്യോപ്യയിലത്തെ ഒരു സ്ഥലത്തുനിന്ന് എറിട്രിയ ട്രൂപ്സിനെ വിഡ്രോ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എറിട്രിയയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. എറിട്രിയയുടെ ക്യാപിറ്റൽ അസ്മാര, കറൻസി നാഗ്ഫ, പ്രസിഡന്റ് ഇസൈസ് അഫ്വേർക്കിയാണ്. ഇനി എത്യോപ്യയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. എത്യോപ്യയുടെ ക്യാപിറ്റൽ ആഡിസ് അബാബ, കറൻസി ബിർ, പിന്നെ പ്രസിഡന്റ് സാഹ്ലെ വർക്ക് സേവ്ഡെ, പ്രൈം മിനിസ്റ്റർ ആബി അഹമ്മദ്. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. MOU സൈൻഡ് ഫോർ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. NCAP എന്ന് വെച്ചാൽ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The memorandum of understanding was signed by representatives of the state pollution control boards, urban local institutions and institute of reputation, and involved 132 identified cities to implement the action plan for cities under the national clean air program. അപ്പോൾ അതിന് വേണ്ടിയിട്ട് MOU സൈൻ ചെയ്തു. ഇനി അടുത്തത് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്താണെന്നാണ്. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം ഈസ് എ ലോങ് ടേം ടൈം ലിമിറ്റഡ് നാഷണൽ സ്ട്രാറ്റജി എയിംഡ് അറ്റ് കോംപ്രഹെൻസീവ്ലി അഡ്രസ്സിങ് എയർ പൊല്യൂഷൻ പ്രോബ്ലംസ് അക്രോസ് ഇന്ത്യ. അപ്പോൾ എയർ പൊല്യൂഷൻ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഗോൾ ഇസ് ടു റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ബൈ 20 to 30%. 20 മുതൽ 30% വരെ 2024 ആകുമ്പോഴേക്കും ചുരുക്കണം. 2017 ഉണ്ടായിരുന്നതിനെക്കാട്ടിലും 20 മുതൽ 30% വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത ന്യൂസ്, ഡോക്ടർ ഹർഷവർദ്ധൻ ലോഞ്ചസ് ട്രൈബൽ TB ഇനീഷ്യേറ്റീവ് ഇൻ പെർസ്യൂട്ട് ഓഫ് TB മുക്ത് ഭാരത്. അപ്പോൾ ദ ലോഞ്ച് ഓഫ് TB ട്രൈബ് ഇനീഷ്യേറ്റീവ് ടു പെർസ്യൂ TB മുക്ത് ഭാരത്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. അപ്പോൾ ഡോക്ടർ ഹർഷവർദ്ധൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. അദ്ദേഹം ട്രൈബൽ TB ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു ഇൻ പെർസ്യൂട്ട് ഓഫ് TB മുക്ത് ഭാരത്. TB മുക്ത് ഭാരത് എന്ന് പറയുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് ട്രൈബൽ TB ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു. ഇത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ പർപ്പസിന് വായിച്ച് നോക്കാവുന്നതാണ്. ഇനി അടുത്ത ന്യൂസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് സൗത്ത് കൊറിയ ഓപ്പൺസ് ഇൻഡോ കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഒരു ന്യൂസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു, പക്ഷേ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ന്യൂസായിട്ട് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് സൗത്ത് കൊറിയ ഓപ്പൺസ് ഇൻഡോ കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് എവിടെയാണ്? ഡൽഹി സ്റ്റേറ്റ് പാർക്കിലാണ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അടുത്ത ന്യൂസ്, സാർക്ക് ഡെവലപ്മെൻറ്റ് ഫണ്ട് ക്രോസ്ഡ് $50 million. അപ്പോൾ സാർക്ക് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഗ്രാൻസ് മോർ ദാൻ $50 million ഫോർ പ്രൊജക്ട്സ് ഇൻ ദ 8 member states ഓഫ് സാർക്ക്. അപ്പോൾ 8 രാജ്യങ്ങൾക്കും കൂടിയിട്ട് $50 million ഫണ്ട് ഗ്രാൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 8 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഫ്ഗാനിസ്ഥാൻ, അതാണ് റീസെൻ്റ്ലി ജോയിൻഡ്, 2007 ജോയിൻ ചെയ്തത്. പിന്നെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാനും പിന്നെ ശ്രീലങ്കയുമാണ് അവരുടെ 8 member states എന്ന് പറയുന്നത്. സാർക്കിൻ്റെ 8 states ഇവയൊക്കെയാണ്. പിന്നെ സെക്രട്ടേറിയറ്റ്, ഈ സാർക്കിൻ്റെ സെക്രട്ടേറിയറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാത്മണ്ഡു, നേപ്പാളിൻ്റെ ക്യാപിറ്റലായ കാത്മണ്ഡുവിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ന്യൂസ്, ISRO റിവൈസസ് ലോഞ്ച് ഷെഡ്യൂൾ ഓഫ് GSAT. ആഫ്റ്റർ എ മൈനർ ഇഷ്യൂ വിത്ത് ദ സ്പേസ് ക്രാഫ്റ്റ്, ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ റിവൈസ്ഡ് ദ ടൈം ടേബിൾ ഫോർ launching the geographic imaging satellite GSAT-1 on the GSLV F-10 rocket. അപ്പോൾ ISRO ലോഞ്ച് ഡേറ്റ് മാറ്റി വെച്ചു. ഇതിൻ്റെ മുമ്പ് മാർച്ച് 28 ലോഞ്ച് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അത് ഡേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നാണ് എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മാർച്ച് 28 നടക്കേണ്ടിയിരുന്ന ആ ഒരു ലോഞ്ച്, GSAT-1 ലോഞ്ച് പിന്നേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഫൗണ്ടഡ് ഇൻ 15th August 1969 അത് ഫൗണ്ട് ചെയ്തത്. ഫൗണ്ടർ വിക്രം സാരാഭായി ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗളൂരുവിലാണ്, ബാംഗ്ലൂർ, കർണാടക. പിന്നെ ഡയറക്ടർ, ISROൻ്റെ ഡയറക്ടർ K. ശിവനാണ്. കൈലാസവാഡിവു ശിവൻ. അടുത്ത ന്യൂസ്, ജോയിൻറ്റ് എർത്ത് ഒബ്സർവിംഗ് മിഷൻ ഓഫ് നാസ ആൻഡ് ISRO നിസാർ. അപ്പോൾ ആ സാറ്റലൈറ്റ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പേര് നിസാർ എന്നാണ്. നാസ ആൻഡ് ISRO ആർ കൊളാബറേറ്റിംഗ് ടു ഡെവലപ്പ് എ സാറ്റലൈറ്റ് കോൾഡ് നിസാർ. ദ സാറ്റലൈറ്റ് വിൽ ബി ലോഞ്ച്ഡ് ഇൻ ടു നിയർ പോളാർ ഓർബിറ്റ് ഫ്രം ദ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഇൻ ശ്രീഹരിക്കോട്ട, ഇന്ത്യ ഇൻ 2022. അടുത്ത വർഷമാണത് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നാസയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ ഫൗണ്ടഡ് 1 October 1958 ഫൗണ്ടർ ഡ്വൈറ്റ് ഡി എസൈൻഹോവർ ആണ്. ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ സ്റ്റീവ് ജൂർസൈക്ക് ആണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ താങ്ക് യു എവരി വൺ. താങ്ക് യു.